എന്താ ഒരു ചൂടല്ലേ! പാലക്കാടൊക്കെ ചൂടിൻ്റെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അസഹനീയമായിട്ടാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ പിറകിലുള്ള പാടമാണ് കേട്ടോ. അവിടെ എപ്പോഴും നല്ല പച്ചപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അത് കണ്ടില്ലേ, പാടമൊക്കെ വിജനമ്പിച്ച് കിടക്കുന്നത്. അവർക്ക് ഇപ്രാവശ്യം വിളയൊക്കെ ഭയങ്കര മോശമായിരുന്നു ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടിട്ട്. ആക്ച്വലി ഇതെൻ്റെ വീടിൻ്റെ തൊടിയാണ്, പറമ്പാണ്. ഇത് ഞാൻ വേറെയും 1-2 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഈ തൊടി കാണിക്കുന്നതിൻ്റെ പിറകിലൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ പ്ലാവ്. നമുക്ക് ഒത്തിരി തണൽ തരുന്നൊരു പ്ലാവാണ് കേട്ടോ. നല്ല വലിപ്പമുള്ളൊരു പ്ലാവാണ്, ഒത്തിരി ചക്കയുള്ളൊരു പ്ലാവാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ നട്ട് വളർത്തിയൊരു പ്ലാവല്ല, അത് തന്നെ മുളച്ച് വന്നൊരു സംഭവമാണ് കേട്ടോ. കണ്ടില്ലേ, സൂര്യൻ്റെ ആ ഒരു രശ്മികളൊക്കെ ഫുൾ തടുത്ത് നിർത്താൻ ത്രാണിയുള്ള പ്ലാവിലകളാണ് നമ്മുടെ മുകളിൽ ഫുള്ളും. എന്തോരം കായകളാണെന്നറിയോ ഈ പ്ലാവിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഒത്തിരി പഴുക്കാൻ വയ്ക്കാതെ നമ്മൾ മാക്സിമം ഇതിന്ന് ആദ്യം തന്നെ ചക്ക മുറിച്ച് കൂട്ടാൻ വയ്ക്കില്ല, പച്ചച്ചക്ക മുറിച്ച് കൂട്ടാൻ വയ്ക്കില്ല പതിവ്. ഈ ഒരു പ്ലാവിൽ നമ്മളൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. പക്ഷെ അതിൻ്റെ ഒരു ഓർമ്മ കാണിച്ചു തരാം കേട്ടോ. ഒരു നാട്ടുവാങ്ങനി ഇനിയുമീ തൊടികളിൽ കളിയാടാമോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു റീലാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉള്ളത്. ആക്ച്വലി അതൊരു ലോഡ് ടെസ്റ്റിൻ്റെ ബാഗായിട്ട് അമ്മ കയറി ഇരുന്നതാണ്. അത് മക്കളിരുന്നാൽ പൊട്ടുമോ എന്നറിയാൻ വേണ്ടി അമ്മ കയറി ഇരുന്നതാണ്. അപ്പോൾ അതായിരുന്നു ആ സംഭവം. അപ്പോൾ ഇതിന് ഞാൻ എന്തുകൊണ്ട് ഈ തൊടിയും പറമ്പും എസ്പെഷ്യലി ഈ പ്ലാവൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്ലാവ് മുറിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച പോലെ നമ്മുടെ മതിലൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ വേര് കാരണം. ഒത്തിരി കായ്കൾ തരുന്നുണ്ട്, ഒത്തിരി തണൽ തരുന്നുണ്ട്. പക്ഷേ ഇത് ആ മതിൽ പൊളിഞ്ഞു തുടങ്ങി. മതിൽ പൊളിഞ്ഞതല്ല ആക്ച്വലി ഒരു ഇഷ്യൂ. അത് ഇനിയും പോയിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്താണ് വീട്. സോ വീട് വരെ പൊളിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ പ്ലാവ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഇതിന്ന് പച്ചച്ചക്ക എടുക്കുക, കൂട്ടാൻ വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇവിടെ ഇടവിട്ട ദിവസങ്ങളിൽ എപ്പോഴും ചക്കുപ്പേരിയാണ്. അപ്പോൾ ഞാൻ അമ്മാനോട് പറഞ്ഞു, അമ്മ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ചക്കുപ്പേരി ആക്കിയാലോ എന്ന്. അപ്പോൾ അതിനായിട്ട് താഴെ നിന്നൊരു പച്ചച്ചക്ക മുറിച്ചെടുത്തിട്ട് പശ കളയാനായിട്ട് വെച്ചേക്കുന്നതാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചക്കുപ്പേരി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ചക്ക മുറിക്കുക എന്നുള്ളതാണ് ഒരു ടെഡീഷ്യസ് ടാസ്ക്. അപ്പോൾ ഞാൻ ചക്കയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഈ പരുവാക്കിയിട്ടുണ്ട് കേട്ടോ ചക്ക. അത് മുറിക്കാൻ നേരത്ത് പശയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഇച്ചിരി എണ്ണയൊക്കെ കയ്യിലും കത്തിയിലും ഒക്കെ തടകിയിട്ട് വേണം ഇത് മുറിക്കാനായിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു തേങ്ങ മുഴുവൻ ചുരകി എടുത്തത്, ഒരു പിടി ഉള്ളി, പിന്നെ ഒരു 6-7 പച്ചമുളക്, പ്ലസ് ഒരു പൊടിക്ക് ജീരകം. അത്രയാണ് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കറിൽ ചക്ക കൊട്ടുവാണ്. എന്നിട്ട് അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യേണ്ട 1-2 ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്മ എപ്പോഴും കല്ലുപ്പാണ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഉപ്പിൻ്റെ അളവ് അതിനനുസരിച്ച് പാകത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ചക്ക വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഈ ഉപ്പും മഞ്ഞളും എല്ലാവരുടെയും പിടിക്കത്തക്ക വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ചക്ക എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. അതായത് ഈ കുക്കറിൻ്റെ ഒരു പകുതിയോളം ചക്കയുണ്ട് കേട്ടോ. ഇത് വേവിച്ച് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ അങ്ങ് ചുരുങ്ങിപ്പോവും. അതിനകത്ത് ചക്ക കുറച്ച് കുക്കറിൻ്റെ മൂട്ടിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത്രയും ചുരുങ്ങും ഈ ചക്ക വേവിക്കുന്ന സമയത്ത്. നമ്മൾ ഈ ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഈ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ജീരകം. ഈ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ എടുക്കുക. ചിലവർക്ക് നിറയെ എരിവ് വേണം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക. തേങ്ങ, ജീരകം, പച്ചമുളക്, ഉള്ളി ചതച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത് ചതച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ചക്ക വെന്ത് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊന്ന് താളിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ചക്കയ്ക്ക് എത്ര വിസിൽ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ആക്ച്വലി നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ടൊരു 3 വിസിലും ലോ ഫ്ലെയിമിലിട്ടൊരു 2 വിസിലും വരുമ്പോഴത്തേനുമാണ് ചക്ക നന്നായിട്ട് വേവുക. ചിലവരൊക്കെ ഈ ചക്ക മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെയ്യാറൊക്കെ ഉണ്ട്.
എനിക്കത് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്കത് ചക്ക അടിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊണ്ടയിൽ കുത്തണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ എനിക്ക് ഇഷ്ടമുള്ളൊരു കുക്കിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ വേവിച്ച ചക്കേനെ ഇതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. ഒരു കയ്യിൽ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ചക്ക എത്രമാത്രം കുറഞ്ഞു, കുറച്ച് ചക്കയുള്ള പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിന് ഇനി നമുക്ക് ഈ ചക്കയെ ഒന്ന് താളിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ 2 ഇൻഗ്രീഡിയൻറ്റിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്ത പ്രൊസീജിയർ. സോ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക, അതുപോലെ കടുകും ആവശ്യത്തിന് ഇടുക, കുറച്ച് കറിവേപ്പില ഇടുക, പിന്നെ ഒരു 3 വറ്റൽമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് താളിക്കാനായിട്ട്. ആ വറ്റൽമുളകും നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഇട്ട ശേഷം അതൊന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോഴത്തേനുമാണ് കേട്ടോ തേങ്ങ കൊട്ടേണ്ടത്. ഇത് നമ്മൾ വീഡിയോ ഒത്തിരി ലാഗ് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം കാണിക്കുന്ന, പക്ഷെ ഈ പറഞ്ഞ കറിവേപ്പിലയും ഈ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്താണ് തേങ്ങ ഇട്ടത്. ഈ തേങ്ങ ഇട്ടിട്ടും നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആക്ച്വലി ഈ തേങ്ങ ഇടുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം. ഈ സംഭവം ഈ തേങ്ങ ഈ കൂട്ടൊക്കെ ഇട്ട് അടിച്ച് വരുമ്പോൾ തന്നെ ഒരു നല്ല വാസനയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ അതിനേക്കാളും മണമാണ്. സോ ഈ ഒരു മണമാണ് ഈ ഉപ്പേരിയുടെ മണം. ഈ തേങ്ങയും ജീരകത്തിൻ്റെയൊക്കെ മണമാണ് ഈ ഒരു ടോട്ടൽ ചക്കുപ്പേരിയുടെ മണം. അപ്പോൾ നമ്മൾ ഈ ചക്ക അതിനുശേഷം കൊട്ടി, അതായത് ഈ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം വേവിച്ച് വെച്ച ചക്ക അതിനകത്ത് കൊട്ടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ആക്ച്വലി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ഇതിനകത്ത് തേങ്ങ മാത്രമല്ലേ ഉള്ളൂ, ചക്കയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല തേങ്ങ എത്ര ഇടണം എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അമ്മ ഒരു തേങ്ങ അഡിക്റ്റാണ്. അപ്പോൾ അമ്മ ആവശ്യത്തിലധികമൊക്കെ തേങ്ങ ഇടും. പക്ഷെ നിങ്ങളും ഈ രീതിയിൽ തന്നെ തേങ്ങ ഇടണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ ഇതിൻ്റെ സ്വാദ് ഇരട്ടിക്കുള്ളൂ എന്നുള്ളതാണ്. സോ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അസല ടേസ്റ്റാണ്. ആക്ച്വലി കട്ടൻ ചായയുടെയൊക്കെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. വൈകുന്നേരം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ചക്ക ഉപ്പേരിയും കട്ടൻ ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്